അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ഈശ്വരി ഹാളിൽ വന്ന് സോഫയിലിരുന്നു. ജോലിക്കാർ എല്ലാവരും വരിക, ഈശ്വരി ഉച്ചത്തിൽ വിളിച്ചു. എല്ലാവരും ജോലി നിർത്തി ഹാളിൽ വന്ന് ഒന്നും മനസ്സിലാതെ പരസ്പരം നോക്കി. രുദ്രൻ ക്ഷീണം മുറുക്കിക്കൊണ്ട് ഈശ്വരിയുടെ അടുത്ത് വന്നിരുന്നു. ഗൗതം, ഈശ്വരി ഉച്ചത്തിൽ വിളിച്ചു. കുറച്ചു സമയമായതും ഗൗതം വന്ന് സോഫയിലിരുന്നു. നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, രുദ്രാക്ഷം ഭഗവതി ക്ഷേത്രം, അവിടെ പൂജ നടത്തണം. അതിന് കുടുംബം ഒരുമിച്ച് നാട്ടിൽ പോകണം. ജോലിക്കാർ 2 പേർ വേണം. ആരൊക്കെയാണെന്ന് പറയുക, ഈശ്വരി പറഞ്ഞു. ദശ, അവൾ വേണം, രുദ്രൻ ചാടിക്കറി പറഞ്ഞു. ഈശ്വര, ഇവ എന്നെയും കൊണ്ട് പോവൂ, തെണ്ടി പട്ടി. പിറുപിറുത്തുകൊണ്ട് ദശ രുദ്രനെ നോക്കി. ദശ ഓക്കെ ആണോ? ഈശ്വരി ദശയെ നോക്കി ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ വെറുതെ വിടുമോ? ഇല്ലല്ലോ, ദശ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. രുദ്രൻ മീശപ്പിരിച്ച് ചിരിയോടെ ദശയെ നോക്കി. എന്നാൽ കുമാരി, നീയും കൂടെ പോരെ? ഈശ്വരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തുപോയി. എല്ലാവരും പോയതും രുദ്രൻ, എനിക്ക് ടീ വേണം, മുറിയിൽ കൊണ്ടുപോവാ. ദശയെ അടിപിടി നോക്കിക്കൊണ്ട് രുദ്രൻ തൻ്റെ മുറിയിൽ പോയി. കുറച്ചു സമയമായത് ടീ കൊണ്ട് ദശ രുദ്രൻ്റെ മുറിയിൽ പോയി. രുദ്രൻ മെല്ലെ ദശയുടെ അടുത്തുനിന്ന് കതകിനെ അടച്ചു. ദശയുടെ ഹൃദയം പിടഞ്ഞു. ദശയുടെ ചുണ്ടുകൾ ഭയത്താൽ വിറച്ചു. ചായ വിറയലോടെ ദശ കപ്പിനെ നീട്ടി. രുദ്രൻ അത് മേടിക്കാതെ അവളുടെ മുന്നിലോട്ട് നടക്കുന്നു. ദശ പിന്നിലോട്ട് നടന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? വിറയാർന്ന ശബ്ദത്തോടെ ദശ ചോദിച്ചു. രുദ്രൻ അപ്പോഴും ഒന്നും മിണ്ടാതെ കാമം കലർന്ന നോട്ടം നോക്കിക്കൊണ്ട് അവളുടെ അടുത്ത് നടന്നു. ദശ ഭിത്തിയിൽ ചാരി കണ്ണുകൾ ഇറുക്കി അടച്ചു. രുദ്രൻ 2 കൈകൾ കൊണ്ട് ഭിത്തിയിൽ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. ദശ ഭയത്തോടെ കണ്ണുകൾ അടച്ചിരിക്കുന്നത് രുദ്രൻ നോക്കിയിരുന്നു. രുദ്രൻ മെല്ലെ അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അവന്റെ ചുടുശ്വാസം അവളുടെ മുഖത്തിൽ പടർന്നു കയറി. ദശ, രുദ്രൻ ആർദ്രമായി വിളിച്ചു. ദശ മെല്ലെ കണ്ണുകൾ തുറന്നു. അവന്റെ നോട്ടം അവൾക്ക് നേരിടാനാകാതെ കയ്യിലെ ചായയോടെ വിറച്ചുകൊണ്ടിരുന്നു. രുദ്രൻ പുഞ്ചിരി കൊടുത്തു. ദശ വെറുപ്പോടെ മുഖം തിരിച്ചു. രുദ്രൻ അവളുടെ ചുണ്ടിനെ തന്റെ ചുണ്ടോട് കോർത്തു വലിച്ചു. രുദ്രന്റെ ഈ ചുംബനം അവളിൽ അമർഷമുണ്ടാക്കി. കയ്യിലെ ചായ തറയിൽ വീണുടഞ്ഞു. രുദ്രൻ അപ്പോഴും ആ ചുണ്ടിനെ വേർപെടുത്തിയില്ല. രുദ്രൻ അവളുടെ കൈകളെ തന്റെ ബലമായ കൈകൾ കൊണ്ട് ബന്ധിച്ചു. അവൾക്ക് കുടഞ്ഞു മാറാൻ പോലും ആവാതെ അവന്റെ ചുംബനത്തിൽ നിന്നു. ചോരയുടെ ചുവാറിയുന്ന രുദ്രൻ അവളെ തന്നിൽ നിന്ന് വേർപെടുത്തി. ചോര പടിഞ്ഞ തന്റെ ചുണ്ടിനെ രുദ്രൻ കാമത്തോട് തുടച്ചു. ദശ രുദ്രനെ ആഞ്ഞു തല്ലി. രുദ്രൻ ചിരിയോടെ തന്റെ കവിളിനെ തലോടി. കാമമാണ് പെണ്ണി, നിന്നെ ഞാൻ അനുഭവിക്കും. ഈ ചന്ദന നിറമുള്ള ശരീരം നീ എനിക്ക് തരണം, രുദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ കഥ തുറന്ന് പുറത്തുപോയി. മുന്നിൽ പുരുഷത്വം നിൽക്കുന്നതുകൊണ്ട് ദശ തന്റെ ചുണ്ടിനെ തുടച്ചു. മോനോട് പറയേ, പൈസ കൊണ്ട് അടിയറ വയ്ക്കുന്ന കുറെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടാകും. എല്ലാ പെണ്ണുങ്ങളും തെരുവേശികളല്ല, തൊട്ടാൽ പൊള്ളുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും സാറേ നിങ്ങളുടെ മോനോട്, ദശ പറഞ്ഞോണ്ട് പോയി. ഛേ, പുരുഷത്വം മൂഞ്ചൊളിച്ചുകൊണ്ട് രുദ്രനെ നോക്കി. രുദ്രൻ ഒന്നും മിണ്ടാതെ കട്ടിലിൽ കയറി കിടന്നു. ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പുരുഷോത്തമൻ മനസ്സിൽ പറഞ്ഞോണ്ട് പോയി. ദശ ഒന്നും മിണ്ടാതെ തന്റെ ഗസ്റ്റ് ഹൗസിൽ പോയി. ദശയ്ക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. ദശ ഫോണെടുത്ത് മെല്ലെ അമ്മയെ വിളിച്ചു. കുറച്ചു സമയം അമ്മയോട് സംസാരിച്ചപ്പോൾ അവളുടെ സങ്കടം മറന്ന് ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ജീവന്റെ വീട്ടിൽ കാവേരി ജീവന് പ്രാതൽ വിളമ്പി. ജീവൻ ഒന്നും മിണ്ടാതെ കഴിക്കാൻ കൂട്ടാക്കാതെ എഴുന്നേറ്റ് പോയി. മോനെ ജീവ, ഊർമിള വിളിച്ചു. ജീവൻ തിരിഞ്ഞു നോക്കാതെ നിന്നു. വല്ലതും കഴിച്ചിട്ട് പോവോ?
ജീവന്റെ അടുത്തുനിന്ന് ഊർമിള പറഞ്ഞു. എനിക്ക് വിശപ്പില്ല, അമ്മ വിളമ്പി തരുവാണെങ്കിൽ മാത്രം ഞാൻ കഴിക്കും. ജീവൻ കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. സ്റ്റേഷനിൽ ജീവനെ കണ്ട് എല്ലാവരും പരിഹസിച്ച് ചിരിക്കുന്നു. പെണ്ണുമ്പിള്ളയെ കൊണ്ട് കാല് പിടിച്ചു, കഷ്ടം. ജീവന്റെ കാതിൽ വീഴാൻ തന്നെ എല്ലാവരും പരിഹസിച്ചു. ജീവൻ ദേഷ്യത്തിൽ തിരികെ വീട്ടിലോട്ട് പോയി. ജീവൻ സോഫയിൽ വന്നിരുന്നു. ഇത് കാണുന്ന കാവേരി വെള്ളം എടുത്ത് അവന്റെ മുന്നിൽ നീട്ടി. ജീവൻ ദേഷ്യത്തിൽ വെള്ളത്തിനെ തട്ടിയെറിഞ്ഞുകൊണ്ട് കാവേരിയുടെ മുടിയിൽ ദേഷ്യത്തിൽ പിടിച്ചു. നീ കാരണം ഞാൻ നാണം കിട്ടു, എല്ലാരും എന്നെ പരിഹസിക്കുന്നു, നീ കാരണം. ഛേ, ജീവൻ പറഞ്ഞുകൊണ്ട് മുടിയെ വിട്ടു. കാവേരി കരഞ്ഞുകൊണ്ട് തല ഉനിച്ചിരുന്നു. കണ്ടുപോരുത് എന്റെ മുന്നിൽ, ഇപ്പോൾ നിന്നെ കാണുന്നതിന് വെറുപ്പാണ് എനിക്ക്, വെക്കോ, ജീവൻ അലറി. കാവേരി പേടിയുടെ മുറിയിൽ പോയി കഥയിനടച്ചു. ജീവൻ ഒന്നും മിണ്ടാതെ സോഫയിലിരുന്നു. നരസിംഹ കൊട്ടാരത്തിലുള്ള ഒരു കുടുംബക്ഷേത്രത്തിലോട്ട് യാത്രയായി. കൂടെ കുമാരിയും ദശയും. രുദ്രനും അഭിലാഷും ബൈക്കിൽ യാത്ര തുടങ്ങി. ഏറെ സമയത്തിന് ശേഷം ഈശ്വരിയുടെ തറവാട്ടിൽ ചെന്നെത്തി. പാരമ്പര്യം നിറഞ്ഞ തറവാട്, ഒറ്റക്കല്ല് തൂണിൽ പൊങ്ങിയ ഉമ്മറം, പഴമ മാറാത്ത തറവാട്. ഇന്നും അന്യജാതിക്കാർക്ക് അകത്ത് പ്രവേശനമില്ല. എല്ലാവരും തറവാട്ടിൽ കയറി. ദശ കയറാൻ പോയതും കുമാരി പേടിയോടെ തടഞ്ഞു. ചേച്ചി വാ, അകത്തു പോവാം. ദശ കുമാരിയുടെ കയ്യിൽ പിടിച്ചു. അയ്യോ മോളെ, നമുക്ക് അകത്തു പോകാൻ പറ്റില്ല, പുറകുവശത്ത് ഒരുപാട് കുഞ്ഞു മുറിയുണ്ട്, അതിലേ താമസിക്കാൻ അവകാശമുള്ളൂ, കുമാരി പേടിയോടെ പറഞ്ഞു. ആ സമയം ഒരു പ്രായം ചെന്നാൾ ഉമ്മറത്തിൽ വന്നു, കൂടെ ഈശ്വരിയും. നിങ്ങൾ പുറകുവശത്തിൽ പോവുക, അകത്തേക്ക് പ്രവേശനമില്ല, ഗൗരവമിടാതെ അയാൾ പറഞ്ഞു. കുമാരി തലയാട്ടിക്കൊണ്ട് പോവാൻ നിന്നു. ദശ, നീ അകത്തേറ്, ഈശ്വരി ഗാംഭീര്യത്തോടെ പറഞ്ഞു. വേണ്ട മേഡം, ഞാനും, ദശ പറഞ്ഞു തീരുന്ന മുന്നി. ഈശ്വരിയുടെ വാക്കാണ് അവസാന വാക്ക്, പോകത്ത്, ഈശ്വരി കടുപ്പിച്ച് പറഞ്ഞു. ഈശ്വരി, അന്യർക്ക് പ്രവേശനമില്ല എന്നത് മറന്നോ? അദ്ദേഹം അലറി. അച്ഛാ, അവളും നമ്മുടെ ആളുകളാണ്, അതുകൊണ്ട് തന്നെയാണ് അവളെ അകത്ത് വിളിച്ചത്. ഈശ്വരി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല, ഈശ്വരി പറഞ്ഞുകൊണ്ട് അകത്ത് കയറി. ദശ ഒന്നും മിണ്ടാതെ അകത്ത് കയറി. നേരം പുലർന്നു. രുദ്രനും അഭിലാഷും ഉമ്മറത്തിലിറങ്ങി. നാരായണൻ ഇന്ന് പഴമച്ചിട്ടകൾ മുറുകെ പിടിച്ച് നടക്കുന്ന വ്യക്തി. ആചാരങ്ങൾ തൻ്റെ ശരീരം മുഴുവനും പടർന്നു. രുദ്ര, എങ്ങോട്ടാ? നാരായണൻ ദേഷ്യത്തിൽ ചോദിച്ചു. രുദ്രൻ ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറി. എടാ, അപ്പൂപ്പൻ എന്താ ചോദിക്കുന്നു? പേടിയോടെ അഭിലാഷ് പറഞ്ഞു. രുദ്രൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ ബൈക്കിനെ സ്റ്റാർട്ട് ചെയ്തു. രുദ്ര, നാരായണൻ ദേഷ്യത്തിൽ വിളിച്ചു. പന്ന മോനെ, ബൈക്കിൽ കയറുന്നു, എന്നെ ഭരിക്കാൻ ആരും വരണ്ട, അതിനെ രുദ്രൻ അനുവദിക്കില്ല. രുദ്രൻ അലറിക്കൊണ്ട് അഭിലാഷിനെ നോക്കി. അഭിലാഷ് ഒന്നും മിണ്ടാതെ പേടിയോടെ ബൈക്കിൽ കയറി. രുദ്രൻ മീശി പിരിച്ചുകൊണ്ട് ബൈക്ക് വിട്ടു. അച്ഛാ, പേടിയോടെ പുരുഷോത്തമൻ വിളിച്ചു. വിത്ത് ഗുണം, പറഞ്ഞിട്ട് കാര്യമില്ല. ദേഷ്യത്തിൽ തുണ്ടിനെ കുടഞ്ഞുകൊണ്ട് തോളിലിട്ടുകൊണ്ട് നാരായണനകത്ത് പോയി. പുരുഷോത്തമൻ ഒന്നും മിണ്ടാതെ നിന്നു. സാറേ, ദശയുടെ വിളിയേട്ട് പുരുഷോത്തമൻ തിരിഞ്ഞു. സാറേ, പറയാമോ എന്നൊന്നും എനിക്കറിയില്ല, സാറിനെ ഉപദേശിക്കുന്നു എന്നൊന്നും വിചാരിക്കരുത്, ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, എന്നാലും പറയുമോ സാറേ, രുദ്രൻ സാറിനെ ഒന്ന് നിലക്കേർത്തുന്നത് നല്ലതാ. ഇങ്ങനെ പോയാൽ 7 തലമുറ ശാപം മേടിക്കേണ്ടി വരും, അതിന് ഇടവരുത്തല്ലേ. മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ തിരുത്തണം. ഇത് മക്കളെ കൊണ്ട് വായിക്കുന്ന അച്ഛനും മോന്റെ തെറ്റിന് കൂട്ടി നിൽക്കുന്ന അമ്മയും, കഷ്ടം. ദശ പറഞ്ഞുകൊണ്ട് അകത്തുപോയി. ശരിയാണ്, തോറ്റുപോയ ഒരച്ഛനാണ് ഞാൻ, പുരുഷോത്തമൻ കണ്ണുടച്ചുകൊണ്ട് ആലോചിച്ചു. വൈകുന്നേരമായതും ഗൗതം ആരോട് സംസാരിക്കുന്നത് കാണുന്ന ദശ ചിരിയോടെ ഗൗതമിന്റെ അടുത്ത് വന്നു. ദശയെ കണ്ട ഗൗതം ഫോൺ വെച്ചിട്ട് ദശയെ നോക്കി. എന്താ സാറേ, മുഖത്തിൽ ഒരു വെപ്രാളം? കുസൃതിയോടെ ദശ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, വെറുതെ, ഗൗതം ഒന്ന് പതുങ്ങി.
ഹാ പറ സാറേ, ആരാണ് ഫോണിൽ? ചിരിയോടെ ദശ ചോദിച്ചു. എൻ്റെ ദേവനന്ദ. സ്കൂൾ കാലം തൊട്ട് എൻ്റെ കൂടെ എൻ്റെ മാത്രം പെണ്ണായവൾ. അവളില്ലാതെ ഈ ഗൗതമിന് ഒരു നിമിഷം പോലും ജീവിക്കാനായില്ല. അത്രമേൽ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ദേവയെ. എല്ലാവർക്കും അവൾ നന്ദുകുട്ടി, എനിക്ക് മാത്രം അവൾ എൻ്റെ ദേവ. ചിരിയോടെ ഗൗതം പറഞ്ഞതും ദശയുടെ മുഖം പാടി. ദശയുടെ ഹൃദയം കൊളുത്തി ഒലിച്ചു. സ്വപ്നത്തിലെ രാജകുമാരൻ്റെ മുഖം തിളങ്ങുന്നു തൻ്റെ പ്രണയിനി ഓർത്ത്. ദശ ചെറുചേരിയുടെ ഗൗതമിൻ്റെ സന്തോഷം നോക്കിയിരുന്നു. ഇപ്പോൾ എന്താണ് സാറേ പ്രശ്നം? ദശ ചോദിച്ചു. എന്തോ ചെയ്യാൻ ദശ, ഏട്ടൻ കാരണം പോകുന്നത് എൻ്റെയും കൂടി ജീവിതമാണ്. ഏട്ടൻ ആലോചിക്കുന്നില്ല മറ്റുള്ളവരുടെ ജീവിതം. ഏട്ടന് ഏട്ടൻ്റെ മാത്രം കാര്യം. ചിലപ്പോൾ സങ്കടം തോന്നും. ഒരിക്കൽ പോലും ആ മനുഷ്യൻ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. കൊതി തോന്നും ഏട്ടൻ്റെ വാത്സല്യം കിട്ടാൻ. എവിടെ? ഇപ്പോൾ നോക്ക്, എൻ്റെ പ്രണയത്തിൽ പോലും ഏട്ടൻ്റെ ചോര പുരണ്ട കൈകൾ വന്നു. വേദനയുടെ ഗൗതം പറഞ്ഞു. എന്താണ് സാറേ? ഭയത്തോടെ ദശ ചോദിച്ചു. ദേവനന്ദ നമ്മുടെ പോലീസ് ഓഫീസർ ജീവന്റെ സഹോദരിയാണ്. ഗൗതം പറഞ്ഞതും ദശ ഞെട്ടി. മാത്രമല്ല, കല്യാണത്തിൻ്റെ അന്ന് ഏട്ടൻ പോയി ജീവനോട് കാവേരി കാൽപിടിച്ച് നേടിയ ജീവിതമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് ജീവിക്കുന്നത്. കാവേരിയെ കണ്ടാലേ ഇപ്പോൾ ജീവന് അറപ്പാണ് പോലും. ഇതൊക്കെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലായി, ഒരിക്കലും ഞങ്ങളുടെ കല്യാണം നടക്കില്ല. എല്ലാവരും കൂടി നശിപ്പിച്ചത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഗൗതം നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ടുപോയി. ദശ ഒന്നും വിടാതെ ഗൗതം പോകുന്നത് നോക്കിയിരുന്നു. ഈ കഥയിൽ ഒരുപാട് പേരുടെ സംശയമായിരുന്നു ആരാണ് നായകൻ എന്നത്. രുദ്രദേവാണ് ഈ കഥയുടെ നായകൻ. തുടരും.